വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത പുനരധിവാസത്തിന് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയ ധനസഹായ ശുപാർശ തള്ളി കേന്ദ്ര സർക്കാർ. 440.9 കോടിയുടെ ശുപാർശയാണ് നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉപസമിതി തള്ളിയത്. 2200 കോടിയുടെ സഹായമായിരുന്നു കേരളം ആവശ്യപ്പെട്ടത്. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേരളത്തോടുള്ള കേന്ദ്ര അവഗണന തുടരുകയാണ്. പുനരധിവാസത്തിന് 440.9 കോടി അനുവദിക്കാനുള്ള NDMA ശുപാർശ തള്ളി. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അധ്യക്ഷനായ നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉപസമിതിയാണ് ശുപാർശ തള്ളിയത്. 2024 റിക്കവറി ആൻഡ് റീകൺസ്ട്രക്ഷൻ ഫണ്ടിംഗ് മാർഗരേഖ പ്രകാരമല്ല തുക കണക്കാക്കിയതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. പകരം കേരളത്തിന്റെ പരാതി ആദ്യം പരിഗണിച്ച മൾട്ടി സെക്ടറൽ ടീം നിർദ്ദേശിച്ച 260.56 കോടി നൽകാൻ ശുപാർശ ചെയ്തു. കൂടുതൽ ധനസഹായത്തിന് മറ്റു പദ്ധതികൾക്ക് കീഴിൽ പ്രത്യേക അപേക്ഷ നൽകാൻ ഉപസമിതി നിർദ്ദേശം നൽകി. 2221.02 കോടി ആവശ്യപ്പെട്ട സ്ഥലത്താണ് 260.56 കോടി കേരളത്തിന് ലഭിച്ചത്. അതേസമയം 5094 കോടി ആവശ്യപ്പെട്ട അസമിന് 1270 കോടി നൽകാൻ തീരുമാനമായി. കേന്ദ്ര സഹായം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചകൾ വിജയം കണ്ടില്ല എന്ന് വ്യക്തമാക്കുന്നത് കൂടിയാണ് പുതിയ കേന്ദ്ര നിലപാട്. കഴിഞ്ഞ മാസം ആദ്യം കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥ സംഘം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയതാണ്. റിപ്പോർട്ടർ, ദില്ലി.